ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ചും തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായ കേന്ദ്ര സർക്കാർ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിന് മുന്നിൽ മാർച്ച് സംഘടിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം സർക്കാർ അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം അരങ്ങേറി. കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്ത് അകത്തേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 റൗണ്ടാണ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയും കളക്ടറേറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചും പ്രതിഷേധം തുടർന്നു. DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് 100ഓളം വരുന്ന പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ചത്. നിലവിൽ കളക്ടറേറ്റിന് മുന്നിൽ സംഘർഷാവസ്ഥ തുടരുന്നതായിട്ടും പോലീസ് പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താനുള്ള പോലീസിന്റെ നയത്തിന് നേരെ ആഞ്ഞു വീശുകയാണ് കോൺഗ്രസ് കാറ്റ്. DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്ത മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്നത് തന്നെ വലിയ കാര്യമാണ്. കളക്ടറേറ്റ് കവാടത്തിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്ത് അകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഒരു ആക്രമണ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജലപീരങ്കി പ്രയോഗത്തെ വകവയ്ക്കാതെ ബാരിക്കേഡുകൾ മുകളിൽ കയറിയും മതിൽ ചാടിക്കടന്നും പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. യുവാക്കളുടെ പോരാട്ട വീര്യത്തെ പോലീസ് ഉപയോഗിച്ച് അടിച്ചമർത്താൻ കഴിയില്ല എന്നും അഴിമതി പുറത്തു കൊണ്ടുവരുന്നത് വരെ സമരം തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്ക് ആ പ്രസക്ത ദൃശ്യങ്ങളിലേക്ക് പോകാം. രാജിവെച്ച് പോ പുറത്ത്